السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الله سبحانه وتعالى നമ്മുടെ ഈ ഇരുത്തം നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഒരു അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഹജ്ജിന്റെ 25 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 25ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് ഹിജറ ചെയ്തു പോകുന്നുണ്ടല്ലോ. ഹിജറ ചെയ്ത് അവിടെ കഴിയുന്ന, മദീനയിൽ കഴിയുന്ന അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും അവര് ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് കടന്നു വരുന്ന സമയത്ത് മക്ക മുശ്രിക്കുകൾ, ഖുറൈശികൾ എന്ത് ചെയ്യുന്നുണ്ട്? തടഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് അവര് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, ഇത് നിങ്ങൾക്കുള്ളതല്ല എന്ന്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഇടപെടലാണ് നമ്മൾ അവിടെ കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് ആ മസ്ജിദുൽ ഹറം അത് അവിടെ കഴിയുന്നവർക്കുള്ളതല്ല, അവിടെ കഴിയുന്നവർക്കും അതുപോലെ തന്നെ പുറത്തു നിന്ന് വരുന്ന ആളുകൾക്കും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മറ്റൊരു കാര്യം അള്ളാഹു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്, അതിന്റെ മേൽ ആർക്കും അവകാശമില്ല അല്ലെ. ഇന്ന് സൗദി ഗവൺമെന്റിനോ അങ്ങനെ ആരുടേതുമല്ല അത്. അവരൊക്കെ എന്താണ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുന്നു, ഖാദിമുൽ ഹറമൈൻ എന്നാണ് അവരെ വിളിക്കുക. ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വേണ്ടി തുറന്നു നൽകിയ ആദ്യത്തെ ഭവനമാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തടഞ്ഞ മുശ്രിക്കുകളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ. എന്താണ് പറയുന്നത്? നിങ്ങൾ തടഞ്ഞു വെക്കുന്നു, നിങ്ങളതാണെന്ന് പറഞ്ഞ് അതെന്താ നിങ്ങൾക്കറിയോ? അതെപ്പോഴാണ് ഉണ്ടായത് നിങ്ങൾക്കറിയോ? അത് എന്തിന്റെ പേരിലാണ് അവിടെ നിലകൊള്ളുന്നത് എന്ന് അറിയോ എന്ന് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന ആയത്തുകളാണ് ഇനി വരുന്ന ആയത്തുകൾ. നമുക്കതൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وطهر بيتي للطائفين والقائمين والركع السجود. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ وَإِذْ بَوَّأْنَا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഇദ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പലയിടങ്ങളിൽ വഇദ് എന്ന് പറയുന്ന ഒരു ഉപയോഗം നമുക്ക് കാണാൻ കഴിയും. വഇദ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്ദർഭം പറയാൻ വേണ്ടി, അതായത് അല്ലാഹു പറഞ്ഞ ഒരു സന്ദർഭം എന്ന് തുടങ്ങി പല കാര്യങ്ങൾക്കും വഇദ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ, നിങ്ങളെ ഞാൻ രക്ഷിച്ച, നിങ്ങളെ ഞാൻ താക്കീത് നൽകിയ ഒരു സന്ദർഭം എന്ന് പറയുന്നതിന് അല്ലാഹു വഇദ് എന്ന് ചെയ്യാറുണ്ട്. പല ആയത്തുകളിലും അങ്ങനെ ആരംഭിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഖുർആനിലൂടെ. അതാണ് വഇദ്.
എന്താ പറയുന്നത്? വഇദ് ബവ്വഅ, നാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു സൗകര്യം ചെയ്തു. വഇദ് ബവ്വഅന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൗകര്യം ചെയ്തു കൊടുത്ത, നിശ്ചയിച്ചു കൊടുത്ത ആ സന്ദർഭം. എന്നിട്ട് പറയാണ്, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്പെടുത്തി കൊടുത്തത്? ലി ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത ആ സന്ദർഭം. എന്ത്? മകാനൽ ബൈത്ത്, ഏതിന്റെ? ആ വീടിന്റെ. ഏതാണ് വീട്? ആ പുണ്യാലയത്തിന്റെ, ആ കഅബയുടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിന്റെ സ്ഥലം പറഞ്ഞു കൊടുക്കുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് എടുത്തു എന്നാണോ ഖുർആനിലുള്ളത്? അല്ല. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, പുതുക്കി പണിതോന്നാണ് അല്ലെ? പുതുക്കി പണിതായിരുന്നല്ലേ നിങ്ങൾ കേട്ടത് മദ്രസയിൽ? ആരാണ് കഅബ പുതുക്കി പണിഞ്ഞത് എന്നല്ലേ നമ്മൾ കേട്ടത്? ആരാണ് പുതുക്കി പണിഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ ഈ കഅബ എപ്പോഴാണ് ഉണ്ടായത്? പണ്ഡിതന്മാരുടെ ഇടയിൽ അതിനെന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ആദം നബി അലൈഹിസ്സലാം നിർമ്മിച്ചതാണ്. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ എന്ത് ചെയ്തു? അത് ഇല്ലാതെയായി. പിന്നീട് അതിനെ നിർമ്മിച്ചു എന്ന് കാണാം. പിന്നെ മറ്റൊന്ന്, ആദം നബി അലൈഹിസ്സലാം അല്ല, മലക്കുകൾ അതിനെ ഉണ്ടാക്കി എന്നൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വിശദീകരിച്ചു കാണാൻ കഴിയും. നമുക്ക് ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമൻ അതിനെ എന്ത് ചെയ്തതാണ്? പുതുക്കി പണിഞ്ഞതാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് പുതുക്കി പണിഞ്ഞ രൂപത്തിലാണോ ഇന്ന് കഅബ ഉള്ളത്? അല്ല. അതിനുശേഷം ചില പ്രശ്നങ്ങളും ചില യുദ്ധങ്ങളും ചില കോലാഹലങ്ങളും നടന്നപ്പോൾ അതിന് ചില കേടുപാടുകൾ പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് ആ സമയത്തുള്ള, ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാർ, ഖലീഫമാർ അതിനെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ നന്നാക്കി പുതുക്കി ഇന്ന് ഈ കാണുന്ന രൂപം പണ്ഡിതന്മാര് പറയുന്നത് ഹിജറ 74 പുതുക്കി പണിഞ്ഞ രൂപത്തിലാണ് ഇന്നും കഅബ നിലനിന്ന് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ബേസ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മകാനൽ ബൈത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇസ്മായിലിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഈ വീടുണ്ടാക്കേണ്ട അല്ലെ, അള്ളാഹുവിന്റെ ഭവനം പുതുക്കി പണിയേണ്ട ആ സ്ഥലം എന്ത് ചെയ്തു കൊണ്ടു? കാണിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തെ കൽപ്പന അല്ലാ തുശ്രിക് ബി ശൈഅ, ആദ്യത്തെ കൽപ്പന അതെ. ഈ അള്ളാഹുവിന്റെ ഭവനം അല്ലെ, ഇന്ന അവ്വല ബൈത്ത് അല്ലെ, ആദ്യത്തെ ഭവനം, അള്ളാഹുവിന്റെ ആദ്യത്തെ ഭവനം, ആ ഭവനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സ്ഥലം കാണിച്ചു കൊടുത്ത ആദ്യമായിട്ട് പറയുന്ന എന്താണ്? അല്ലാ തുശ്രിക് ബി, എന്ത് ചെയ്യരുത്? നിങ്ങള് എന്നോട് എന്ത് ചെയ്യാൻ പാടില്ല? പങ്കു ചേർക്കാൻ പാടില്ല. നമ്മള് ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മാത്രം അള്ളാഹു പറഞ്ഞതാണോ? അല്ല. അത് ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. എന്താ ഇമ്പോർട്ടൻസ്? അല്ലാ തുശ്രിക് ബി ശൈഅ. എന്നാൽ നമ്മളിൽ എത്ര പേര് അത് പറഞ്ഞവരാണ്? നമ്മളിൽ എത്ര പേര് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകം മുഴുവൻ, ഈ ഖൗമ് മുഴുവൻ എന്നൊന്നും വേണ്ട, മറിച്ച് നമ്മുടെ വീട്, നമ്മുടെ വീടിന്റെ ചുറ്റുപാട്, അതിലേക്ക് നമ്മൾ എത്ര പേര് അല്ലാ തുശ്രിക് ബി ശൈഅ എന്നുള്ള ഈ സന്ദേശം എത്ര പേർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ റൂമിലിരുന്ന് കുറെ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങണം. നമ്മുടെ വാപ്പാക്ക്, നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഉപ്പാപ്പാക്ക്, നമ്മുടെ ഉമ്മാമക്ക് ഇപ്പോഴും ചില ഒരു ശക്കുകളുണ്ട്, സംശയങ്ങളുണ്ട്. അത് തിരുത്തേണ്ടത് ആരാണ്? ഈ നമ്മൾ ഓരോരുത്തരുമാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസികളുണ്ട്, നമ്മൾ കാണുന്നുണ്ട് അവരോരോ ഖുറാഫത്തിനും ഇങ്ങനെ പോകുന്നത്. ആ സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ നമ്മൾ എല്ലായ്പ്പോഴും കൂടി നടക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും അല്ലാ തുശ്രിക് ബി ശൈഅ എന്ന് എപ്പോഴെങ്കിലും പറയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ?
ഇനി നമ്മൾക്ക് പറയാൻ കുറവുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം അല്ലേ? നമുക്ക് ഒരാളെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ തൗഹീദ് പറയാൻ വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ, നമ്മുടെ വീട്ടിന്റെ ചുറ്റുമുള്ള ആളുകളെ ക്ഷണിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു 50 നോട്ടീസ് അടിച്ചാൽ എല്ലായിടത്തും കൊണ്ടുകൊടുത്ത ആള് വരൂലേ നമ്മുടെ വീട്ടിലേക്ക്? എല്ലാവരും നമ്മളെ നല്ല ബന്ധമുണ്ട്, എന്നാൽ അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ല തുശ്രിക് ബി ഷൈഅ എന്ന് നമ്മളും പറയണം. അള്ളാഹുവിൽ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ആരും പങ്കു ചേർക്കാൻ പാടില്ല. അതാണ് ആദ്യത്തെ ഭവനത്തെ പുനഃസൃഷ്ടിച്ച്, അതായത് വീണ്ടും പണിതതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്? വതഹിർ ബൈതിയ ലിത്വാഇഫീൻ. വതഹിർ, നീ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കുകയും ചെയ്യണം. ശുദ്ധീകരിക്കണം. എന്തിനെ? ബൈതിയ, എന്റെ വീട്ടിനെ, എന്റെ ആലയത്തിനെ, എന്റെ വീട്ടിനെ ശുദ്ധീകരിക്കണം. കാരണം അതിൽ നിറയെ എന്തുണ്ടായിരുന്നു? വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. വൃത്തിയാക്കണം. ആർക്ക് വേണ്ടിയിട്ട്? ലിത്വാഇഫീൻ, അതിനെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അതിനെ പ്രദക്ഷിണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെയോ വൽ ഖായിമീൻ, അവിടെ നിന്നുകൊണ്ട് ആരാധനകൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെയോ വറുക്ക, അവിടെ റുക്കൂ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. വസ്സുജൂദ്, അവിടെ സുജൂദ് സാഷ്ടാംഗം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ? അവിടെ പലതരത്തിലുള്ള ആരാധനകൾ തവാഫ് ചെയ്യുന്നുണ്ട്, നിന്ന് ആരാധനകൾ നടത്തുന്നുണ്ട്, നമസ്കാരം അവിടെ നടക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള സൗകര്യം എന്ത് ചെയ്യണം? ചെയ്യണം. അല്ലാഹു ആദ്യം പറഞ്ഞത് എന്താ? വതഹിർ ബൈതിയ, എന്റെ വീടിനെ, എന്റെ പള്ളിയെ അതെന്ത് ചെയ്യണം? ആദ്യത്തെ ഭവനത്തെ ശുദ്ധീകരിക്കണം. ആ ശുദ്ധി നമ്മൾ ഇന്ന് പറയുന്നത് പോലെ പൊടി തട്ടുക എന്നുള്ളതിനപ്പുറം ഒന്നുണ്ട്. അതാണെന്ത്? തൗഹീദ്, യഥാർത്ഥ തൗഹീദ്. അതാണ് ഉണ്ടാകേണ്ടത്. അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം തേടുന്ന, അള്ളാഹുവിൽ മാത്രം കാര്യങ്ങൾ അർപ്പിച്ചു പോകുന്ന ആ ഒരു മാഹൗല് നമ്മുടെ പള്ളികളിൽ ഉണ്ടാവേണ്ടതുണ്ട്. കഅബയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അവിടെ വൃത്തിയാക്കുക. ഇതൊക്കെ പറയുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞായിട്ട് പറഞ്ഞത്. മക്കാ മുശ്രിക്കുകൾ കരുതാണ് അത് അവരുടേതാണ്, അവരുടെ അനന്തര സ്വത്താണെന്ന്. എന്നാൽ നിങ്ങൾക്ക് അറിയില്ല അതെന്താന്ന്. ഞാൻ പറഞ്ഞുതരാം. അർത്ഥം പറയാ, അത് നമ്മൾക്കാണ് അറിയാം. മുഅ്മിനീങ്ങൾക്ക്, അള്ളാന്റെ ആളുകൾക്കാണ് അത് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്ത് ചെയ്യുന്നുണ്ട്? മക്കാ മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞത് ഇബ്രാഹിമിന് ആ ഭവനത്തിന്റെ കഅബയുടെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം, യാതൊരു വസ്തുവേയും എന്നോട് നീ പങ്കു ചേർക്കരുത് എന്നും, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും നിന്നും കുനിന്നും സുജൂദ് ചെയ്തും കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ടും എന്റെ ഭവനം വതഹിർ ബൈതിയ, എന്റെ ഭവനം നീ എന്ത് ചെയ്യുക? ശുദ്ധമാക്കി വെക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ച, നിർദ്ദേശിച്ച സന്ദർഭം. അടുത്ത ആയത്തിലേക്ക് പോവാം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق وأذن أذن يؤذن مؤذن ല്ലേ മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് കൊടുക്കുക അല്ലേ? നമ്മള് ബിലാൽ റളിയല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ പറയും എന്താണ്? ബിലാൽ മുഅദ്ദിൻ എന്ന് പറയും അല്ലേ? അദ്ദൻ വഅദ്ദിൻ എന്നാ പറഞ്ഞത്. നീ പ്രഖ്യാപിക്കുക, നീ അറിയിപ്പ് നൽകുക. ആർക്കാണ് നീ അറിയിപ്പ് നൽകേണ്ടത്? ഫിന്നാസ്, ജനങ്ങൾക്ക്. എന്താണ് നീ അറിയിപ്പ് നൽകേണ്ടത്?
ബിൽ ഹജ്ജ്. എന്തിനു വേണ്ടിയിട്ട്? ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ് അള്ളാഹുവിനോട്, ഞാൻ ആരോട് ഇത് പറയേണ്ടത്? ഒന്നുമില്ല അന്ന് അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നമുക്കൊരു സംഭവം നമുക്കറിയാലോ, എല്ലാവരും പറയുന്നല്ലേ, ഹജറ ബീവിയെ വിട്ടേച്ചു പോകുന്ന ഒരു സംഭവം അവിടെ പറയുന്നുണ്ടല്ലോ. ഒന്നുമില്ല അവിടെ, ആളുകളില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത ഇടം. അത് തന്നെ അതെ, ആ മക്ക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, മുന്നിൽ ആരെയും കാണുന്നില്ല, ആരെയാണ് അറിയിക്കേണ്ടത് അല്ലേ? ഇന്ന് നമ്മളിപ്പോ ഒന്നുമില്ലാത്ത ഒരാളടുത്ത് പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയും വാട്സപ്പിൽ ഒരു വോയിസ് അയക്കാന് അല്ലേ, അല്ലെങ്കിൽ നമ്മളെ ബ്രോഡ്കാസ്റ്റിൽ ഒരു മെസ്സേജ് ഇടാന്. നമുക്ക് എല്ലായിടത്തേക്ക് എത്താൻ എന്തുണ്ട്? സ്രോതസ്സുകൾ ഉണ്ട് അല്ലെ? നമ്മളെപ്പോഴും ഒരു പോലെ ഞാൻ ഇപ്പൊ ഇടുന്നിട്ട് ഖുറാൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ പറയാ? പക്ഷെ ഞാനതൊന്ന് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടാൽ നിങ്ങൾക്കൊക്കെ എന്താവും? അത് അംഗീകരിക്കാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കണം, ഇത് ആരോടാ പറയേണ്ടത്? അള്ളാഹു പറയാണ്, അവര് വരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് പറയാണ്, അവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളും. നമ്മള് അള്ളാഹിനെ പറ്റി പറയുമ്പോൾ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലേ? എല്ലാത്തിനും കഴിവുള്ളവനാ പടച്ചവനെ. നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് പറയും, അവർ നിന്റെ അടുക്കലേക്ക് വന്നുകൊള്ളും. ഇന്ന് ഇത് കേൾക്കുമ്പല്ലേ, നമ്മളോടല്ലേ അള്ളാഹു പറയുന്നത് അല്ലേ? ഹജ്ജിന് പോയ ആളുകൾ കുറെ കേട്ട ആയത്തായിരിക്കും ഇത്, എല്ലാ ക്ലാസ്സുകളും കേൾക്കും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുമ്പോ മുന്നിൽ ആരും ഇല്ലല്ലോ, നമ്മളെല്ലാരും കേട്ടില്ലേ? നമ്മളെല്ലാരും കേട്ടില്ലേ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്ലാൻ. അവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളും, ബേജാറാകണ്ട. എന്നിട്ട് അള്ളാഹു പറയാണ്, എങ്ങനെ? റിജാലൻ, അവര് കാൽ നടക്കാരായി കൊണ്ടുവരും. അറിയില്ല എങ്ങനെ? പണ്ട് കാലത്ത് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നുകൊണ്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. കടന്നു വരും അവര്. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവര് ഹജ്ജിന് നടന്നുകൊണ്ടുപോയത്? ഇന്ന് നമ്മള് എല്ലാ സൗകര്യങ്ങളും വർദ്ധിച്ചിട്ടും നമുക്ക് ഇന്ന് എന്ത് ചെയ്യുന്നില്ല, മതിയാകുന്നില്ല അല്ലെ? സൗദിയിലേക്ക് 5-6 മണിക്കൂറൊക്കെ ഫ്ലൈറ്റിൽ പോകാനുണ്ട്. എന്താ ഫ്ലൈറ്റ് ഒന്നും ചെയ്യേണ്ടത് തിരിയുന്നില്ല, ആകെ ഇടങ്ങാറാണ്, ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്താ? നമ്മുടെ ഈമാനിന്റെ കുറവാണ്. അവരെന്താ നടന്നത്? അവരുടെ ഈമാനിന്റെ വർധനവാണ്. ഹൃദയത്തിൽ അവർ ഈമാൻ ഇങ്ങനെ നിറച്ചു നടന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞൊരു ചരിത്രമില്ലേ, സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇങ്ങനെ ഇല്ലാതെ എന്താ പറയാ, കുന്തം കൊണ്ട് ശരീരത്തിലേക്ക് ഇങ്ങനെ തുളച്ചു കയറ്റുമ്പോ ഫുസ്തു വറബ്ബിൽ കഅബ എന്ന് പറഞ്ഞ ചരിത്രം. എന്താണ് അതിലൊക്കെ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? അവരുടെ ഈമാൻ ഹൃദയത്തിൽ ഇങ്ങനെ നിറച്ചു നടന്നിരുന്നു. നമ്മൾ ഇന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എണ്ണി 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 പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുന്നു. മറ്റൊന്നെന്താണ്? അവർക്കുണ്ടായ ബോധമുണ്ട്, ഞാൻ എൻ്റെ റബ്ബിന്റെ അടിമയാണ്. എൻ്റെ റബ്ബ് നടന്നിട്ട് പറഞ്ഞാലും എഴഞ്ഞിട്ട് പറഞ്ഞാലും നീന്തിയിട്ട് പറഞ്ഞാലും എൻ്റെ റബ്ബ് പറഞ്ഞാൽ ഞാൻ കേൾക്കും. നമുക്ക് പലർക്കും അത് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ റബ്ബ് എനിക്ക് കണ്ണ് നൽകിയ, എനിക്ക് കാത് നൽകിയ, ഇന്ന് എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നൽകിയ എൻ്റെ റബ്ബ് പറഞ്ഞാൽ ഞാൻ പോകും. അതാ പറഞ്ഞത്, അവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളും. ആരാ? അള്ളാന്റെ അടിമകള്. റിജാലൻ, കാൽ നടക്കാരായിട്ട് അവര് വരും. വഅലാ കുല്ലി ളാമിരിൻ, എല്ലാവിധ മെലിന്ന വാഹനപ്പുറം നടക്കും. പണ്ഡിതന്മാർ പറയുന്നത് ഒട്ടകത്തെ പറ്റിയിട്ടാ പറയുന്നത്. അതായത് മെലിന്ന ഒട്ടകങ്ങൾ ഉണ്ടാവുമല്ലോ, ആരോഗ്യമുള്ളതല്ല, മെലിന്ന ഒട്ടകങ്ങളിലായിട്ട് അവര് വരും. കാരണം അവർക്ക് ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? അവരാരായിരുന്നു? ആഖിറമായിരുന്നു അവർക്ക് പ്രധാനം അല്ലെ? ആഖിറമാണ് അവർക്ക് പ്രധാനം. നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ട് പള്ളിയിലേക്ക് നടന്നു പോയാൽ ഇത്ര പ്രതിഫലമുണ്ട്, എന്നാൽ അത് നമ്മൾ മാറ്റിവെക്കും. നമ്മളോട് പറയാണ്, ഇത്ര നടന്നിട്ട് നിങ്ങൾ വന്നാൽ ഇത്ര പൈസ നിങ്ങൾക്ക് കിട്ടും. നടക്കും നമ്മളെ. അവിടെയാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ.
കാൽനടക്കാരായിക്കൊണ്ട് അവര് വരും. വഅലാ കുല്ലി ളാമിരിൻ, എല്ലാവിധ മെലിഞ്ഞ വാഹനപ്പുറത്തും, അതായത് മെലിഞ്ഞ ഒട്ടകങ്ങൾ കൊണ്ടും അവര് വരും. പിന്നെയോ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ മാർഗത്തിലൂടെയും. ഫജ്ജ് എന്ന് പറഞ്ഞാൽ മലവഴികൾ എന്നാണ് അർത്ഥം. ഇന്ന് കാണുന്നത് പോലെയുള്ള വലിയ വലിയ വിശാലമായ റോഡുകളില്ല, ടാറിട്ട റോഡുകൾ, അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല. അന്ന് വലിയ വലിയ പർവ്വതങ്ങളുണ്ട്, മലകളുണ്ട്. ഈ പർവ്വതങ്ങളുടെയും മലകളുടെയും ഇടയിൽ ചെറിയ വഴി ഉണ്ടാവും. അതിനാണ് ഫജ്ജ് എന്ന് പറയുന്നത്. ചെറിയൊരു വഴി. എന്താണ് മലമ്പാത എന്നൊക്കെ പറയും. മലയിടുക്ക്. അതിന്റെ ഇടയിൽ കൂടിയാണ് എന്ത് ചെയ്യുക? അല്ലാഹു പറയാണ്, അത് ദുർഘടല്ലേ, അത് കഷ്ടപ്പാടല്ലേ, അതിൽ കൂടിയും വരും. കാരണം അവർ അള്ളാന്റെ അടിമകളാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് അമീഖ്, ദൂരസ്ഥമായ. അള്ളാഹു പറയുന്നു, ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹി സ്വലമോട് പറഞ്ഞു. അവര് നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. എന്തുകൊണ്ടാ അത്? അള്ളാഹു പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു പറഞ്ഞല്ലേ. എന്താണ് ഇന്നും ഹജ്ജിന് ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു പോകുന്നതിന്റെ ബേസ് എന്താണ്? എന്തിനാ അവര് പോകുന്നത്? അള്ളാഹു പറഞ്ഞതിന്റെ പേരിലല്ലേ പോകുന്നതല്ലേ? ഇത്രയും ലക്ഷങ്ങൾ ചെലവാക്കി. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ത്യാഗമല്ലേ, കഷ്ടപ്പാടല്ലേ? ആണ്, കഷ്ടപ്പാട് തന്നെയാണ്, ത്യാഗങ്ങളുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ ചരിത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അവിടെ എത്തണം, നമ്മൾ ആഗ്രഹിക്കണം അവിടെ ഒന്ന് എത്താൻ, അവിടെ ഒന്ന് കഴിയാൻ. അള്ളാഹിനോട് തേടണം നമ്മൾ. ഇന്ന് ഈ ഫാഷൻ, ഈ മോഡേൺ ലോകത്ത് ആളുകള് വേറെ പല രാജ്യങ്ങളും ഇങ്ങനെ അതിന്റെ വ്യവസ്ഥയും അതിന്റെ സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണിനെ ഇങ്ങനെ മൂടും. അപ്പോഴും മുസ്ലിമീങ്ങളായ നമ്മൾക്ക് ആ കഅബ അല്ലെ, ആ മക്ക, അവിടേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം നമ്മൾ എപ്പോഴും വെച്ച് നടക്കണം. മക്കത്ത് ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ പറയുന്ന ഒരു സംഭവമുണ്ട്. സീസൺ ഇല്ലാത്ത സമയങ്ങളില് കച്ചവടമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ചെറിയ പൈസക്ക് വേണ്ടിയിട്ട് ചെറിയ പൈസ ഇങ്ങനെ വിളിച്ചു പറയും, ആരെങ്കിലും ഉണ്ടോ, ഇത്ര പൈസക്ക് കൊണ്ടുവിടാം. എന്നാലും ആരും എന്ത് ചെയ്യൂല, വരൂല. ആകെ വിഷമായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. അന്നത്തെ കുബൂസ് കഴിക്കാനുള്ളത് പോലും ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഒരു ടാക്സി ഡ്രൈവർ അയാളോട് സമാധാനിപ്പിക്കുന്നത്, കയ്യിൽ കുറെ ഇല്ലെങ്കിലും, കുറെ സമ്പാദിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കഴിഞ്ഞ ഈ പുണ്യ നാട്ടിൽ കഴിയാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത്. അവരതിൽ സമാധാനിക്കാണ്, അവരതിൽ സന്തോഷിക്കാണ്. നമ്മളിൽ എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോവാണ്. ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത് على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലിയശ്ഹദു, അവരെ സന്നിഹിതരാകുവാൻ വേണ്ടി, അവരെ സന്നിഹിതരാകുവാൻ, അറ്റൻഡ് ആകുവാൻ വേണ്ടി. എന്തിൽ? മനാഫിഅ ലഹും, അവർക്ക് മനാഫിഅ, മൻഫഅത്ത്, പ്രയോജനകരമായ കാര്യങ്ങളിൽ. രണ്ട് തരത്തിലുള്ള മൻഫഅത്തുകള് ഇതിൽ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് ദുന്യവിപരമായ മൻഫഅത്തുകൾ. അവിടെ ഹജ്ജ് നടക്കുന്ന സമയത്ത്
ഇന്ന് അറബികളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവരുടെ പട്ടിണി മാറാൻ കാരണം എന്താണ്? ഈ അള്ളാഹുവിന്റെ ഭവനമാണ്. വിട്ടുകൊടുക്കുമായിരിക്കെങ്കിലും വിട്ടുകൊടുക്കും അറബികൾ ഇത്? അറബികളുടെ പട്ടിണിയും ആ നാടും ഈ രൂപത്തിൽ വളരാനുള്ള, ഈ രൂപത്തിൽ മാറാനുള്ള കാരണം എന്താണ്? അത് അള്ളാഹുവിന്റെ ആ ഭവനമാണ്. അത് കാരണത്താലാണ്, വേറൊന്നുമല്ല കാരണം. അള്ളാഹു തന്നെ അത് പറയാണ്. പിന്നെയോ പ്രത്യേകിച്ച് പല പ്രത്യേകതയുള്ള ഉൽപാദനങ്ങളൊന്നും കിട്ടാത്ത അവിടെ ഇന്ന് എന്തൊക്കെ ഉണ്ട് അല്ലേ? വേണ്ടതൊക്കെ അവിടെ ഉണ്ട് അല്ലേ? ഹജ്ജ് സീസൺ ആയാൽ എല്ലാ ഹജ്ജിന് പോകുന്ന ഹാജിമാരും അവരുടെ നാടുകളിൽ ഏറ്റവും നല്ല വിഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലെ? അങ്ങനെ തുടങ്ങി ദുന്യവിപരമായിട്ട് തന്നെ പല മൻഫഅത്തുകൾ എന്തുണ്ട് അവിടെ അള്ളാഹു നൽകിയിട്ടുണ്ട്. മറ്റൊന്നെന്താണ്? ആത്മീയമായിട്ട് എന്താണ്? ആ കഅബ കാണുമ്പോ അല്ലേ, അവിടെ പോയിട്ട് ഒന്ന് തവാഫ് ചെയ്യുമ്പോ, അവിടെ പോയിട്ട് ഒന്ന് ഉംറ ചെയ്യുമ്പോ, ഹജ്ജ് പൂർത്തീകരിക്കുമ്പോ ആ കഅബ കാണുമ്പോ അല്ലേ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ അല്ലേ? അള്ളാഹു അവിടെയൊക്കെ പോകാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും തേടണം. അതിനൊക്കെ കുറെ മൻഫഅത്തുകൾ ഉണ്ട് അല്ലേ? നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മളൊക്കെ ഇറക്കി വെക്കാൻ അള്ളാഹുവിന്റെ ആദ്യത്തെ ഭവനം മഹത്തമാക്കപ്പെട്ട, ആഗ്രഹിക്കണം വല്ലാതെ, ചിന്തിക്കണം വല്ലാതെ, ചോദിക്കണം പടച്ചവനോട് ആവർത്തിച്ച് ആവർത്തിച്ച്. നമ്മളിങ്ങനെ ഹജ്ജ് എന്ന് പറയുമ്പോൾ ഇത്ര ലക്ഷം, ഉംറ എന്ന് പറയുമ്പോൾ ഇത്ര ലക്ഷം, ഇതൊന്നും എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞ് നിൽക്കരുത്. നമ്മൾ ഉസ്താദ് ഒരു സംഭവം പറയുന്നുണ്ട്. ഉസ്താദിന്റെ ഒരു സുഹൃത്ത്, ഒരു ഉസ്താദിന്റെ അടുത്ത് മോള് വന്നിട്ട് പറയുന്നുണ്ട്, വാപ്പ എനിക്ക് ഹജ്ജിന് പോകണം. ഹജ്ജിന് പോകണം എന്ന് പറയുമ്പോൾ വാപ്പ പറയുന്നുണ്ട്, മോളെ ഹജ്ജിന് നിന്നെ അയക്കാനുള്ള പൈസ നിന്റെ അടുത്തില്ല, എന്നാലും നീ അള്ളഹാനോട് നല്ലോണം ദുആ ചെയ്യും, നിന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ നീ ചെയ്യുന്നു. കുറച്ചു കാലത്തിന് ശേഷം ആ മകള് മരണപ്പെടുന്നുണ്ട്. മരണപ്പെട്ട് ആ റൂമിന്റെ ഉള്ളിലെ വീട്ടിൽ പോയപ്പോ അവിടെ ആ മകളുടെ റൂമിൽ ഒരു ചെറിയൊരു പൊതി കാണാണ്. ഹജ്ജിന് പോകാൻ വേണ്ടി എടുത്തു വെക്കുന്ന പൈസയുടെ ഒരു ചെറിയൊരു കിഴി. ഏതാനും ചില ചില്ലറ പൈസകൾ മാത്രമേ അതിലുള്ളൂ. എന്നാലും അതിനോടുള്ള അവർക്കുണ്ടായ ആ ഒരു ആഗ്രഹം, ആ മോൾക്കുണ്ടായ ആഗ്രഹം എത്ര വലുതാണ് അറിയാം. വലിയൊരു തുക വേണമെന്ന് തന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യാൻ പറഞ്ഞപ്പോ കിട്ടുന്ന മിച്ചം എടുത്തു വെച്ച് അവരെന്ത് ചെയ്യാണ്? അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അള്ളാഹു നൽകിയില്ലേ? അള്ളാഹു നൽകും. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന് വേണ്ടി അത് ആഗ്രഹിച്ചാൽ, അതിന് നീയത്തെടുത്താൽ അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യും. അതിന്റെ പ്രതിഫലം പടച്ചോനങ്ങ് എളുപ്പമാക്കി തരും. അള്ളാഹു അല്ലേ ഇത്ര കാലം നൽകിയത്? ആ അള്ളാഹുവിന് ഇനിയും നൽകാൻ ബുദ്ധിമുട്ടാണെന്നാണ് നമ്മൾ കരുതുന്നത്? ഒരിക്കലും കരുതാൻ പാടില്ല. ഈ ദുനിയാവിൽ നമ്മൾ കാണുന്ന ഖജനാവൊന്നുമല്ല അള്ളാഹുവിന്റെ ഖജനാവ്. അത് വിശാലമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധമുണ്ടാകണം. അവിടെ രണ്ട് തരത്തിലുള്ള മൻഫഅത്തുകൾ ഉണ്ട്. ദുനിയവിപരമായ പല മൻഫഅത്തുകളും അവിടെയുണ്ട്. പിന്നെ ആത്മീയമായ പല പ്രയോജനങ്ങളും അവിടെയുണ്ട്. ആർക്ക്? ലഹും, അവർക്ക് അല്ലെ, ഹജ്ജിന് പോകുന്ന ആളുകൾക്ക്. എന്നിട്ട് പിന്നെ അള്ളാഹു പറയാണ് ല്ലേ, അവരല്ലാഹുവിനെ ഓർക്കുവാനും അവരല്ലാഹുവിനെ ദിക്ർ ചെയ്യാനും എന്ത് ഇസ്മല്ലാഹ്, എന്താണ് അവർ കീർത്തനം ചെയ്യേണ്ടത്? ഇസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം. എന്നിട്ട് അള്ളാഹു പറയാണ് ഫീ അയ്യാമിൻ മഅലൂമാത്ത്, ചില നിശ്ചിത ദിവസങ്ങളിൽ. പണ്ഡിതന്മാര് പറയുന്നു ഇവിടെ ഫി അയ്യാമിൻ മഅലൂമാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 പിന്നെ അയ്യാമു തശ്രീഖ് ഉണ്ടല്ലോ, അതിനാണ് ഫി അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറയുന്നതെന്ന് പണ്ഡിതന്മാര് പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള നാൽക്കാലി മൃഗങ്ങൾ, ബഹീമത്തുൽ അൻആം അല്ലെ, ആട്, മാട്, ഒട്ടകം അല്ലെ, ഇതിനാണ് എന്ത് ചെയ്യുന്നത്? ബഹീമത്തുൽ അൻആം എന്ന് പറയുന്നത്, നാൽക്കാലികൾ. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ആ നാൽക്കാലി മൃഗങ്ങളെ നിശ്ചിത ദിവസങ്ങളിൽ, ഫി അയ്യാമിൻ മഅലൂമാത്ത്, ഈ നിശ്ചിത ദിവസങ്ങളിൽ വയദ്കുറുസ്മല്ലാഹ് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ? ബലി കഴിക്കുവാനും വേണ്ടിയത്രയത്. അള്ളാഹു ബലികർമ്മത്തെ പറ്റിയിട്ട്
ഇവിടെ പറയാം. എന്നാൽ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഹജ്ജിന്റെ രൂപം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ഹജ്ജിന്റെ രൂപം യഥാർത്ഥ രൂപത്തിൽ പഠിച്ച ആളുകൾക്ക് അറിയാം, സൂറത്തുൽ ബഖറയിലും ആലി ഇമ്രാനിലുമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ ചെറുങ്ങനെ പറഞ്ഞു പോകും. എന്തിനാ? ഇത് നിങ്ങളതല്ല, ഇത് മുസ്ലിമീങ്ങളതാണ്, ഇതിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പടച്ചോൻ ഇത് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം കൂടെ അവിടെ ഗൗരവത്തിൽ പറയുന്നു, ഫകുലു, അങ്ങനെ നിങ്ങളത് തിന്നുകൊള്ളുക. മുമ്പുണ്ടായൊരു സമ്പ്രദായം, മുൻകഴിയുന്ന എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? ഈ ബലികർമ്മം ഉണ്ടായിരുന്നു. എന്നാൽ ബലികർമ്മം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, അവരെന്ത് ചെയ്യൂല, ഇത് ബലി ചെയ്യുന്ന ആൾ ഇത് കഴിക്കൂല. ബലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ആരാണോ ബലി കൊടുക്കുന്നത് അവരെന്ത് ചെയ്യൂല, ഇതിനെ കഴിക്കൂല, പൊളിക്കാണ്. ഫകുലു, നിങ്ങളത് തിന്നുകൊള്ളുക. നമ്മൾ തിന്നണം. ചില പണ്ഡിതന്മാർ പറയുന്നത് തിന്നെ വേണമെന്ന്, ഫകുലു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ, വേണമെങ്കിൽ എന്നല്ല. എന്നാൽ അതിൽ മറ്റു ചില അഭിപ്രായത്തിൽ പണ്ഡിതന്മാര് അതിനെ ഇളവും കൽപ്പിക്കുന്നുണ്ട്. ചില ആള് പറയും ബീഫ് തിന്നാറില്ല, അവിടെ വേണ്ട, കുറച്ചെങ്കിലല്ലേ നമ്മൾ ഫകുലു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് തിന്നണം. പിന്നെയോ മിൻഹ, അതിൽ നിന്ന് വഅത്ഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. ആർക്ക്? അൽ ബാഇസ്, കഷ്ടപ്പെടുന്ന ആളുകൾക്ക്. ആർക്ക്? കഷ്ടപ്പെടുന്ന ആളുകൾക്ക്. പിന്നെയോ അൽ ഫഖീർ, ദരിദ്രരായിട്ടുള്ള ആളുകൾക്കും നീ എന്ത് ചെയ്യണം, അതിനെ നൽകുക തന്നെ വേണം. നമ്മൾ നൽകുമ്പോൾ ആർക്ക് എത്തിയ നമ്മൾ പരിശോധിക്കണം. ചില വീടുകൾ ഉണ്ടാവും, ആ വീടുകളിലുള്ള ഫ്രീസർ നിറഞ്ഞിങ്ങനെ മറിയും. അപ്പുറത്തെ ഒരു സാധുവിന്റെ വീടുണ്ടാവും, ഓൻ്റെത് ഒരു കെട്ട് വെച്ചാൽ ഓന് പേടിയാണ് അടുത്ത കെട്ട് എടുക്കാൻ, ഇത് തീർന്നു പോകും. ശരിയല്ലേ? പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മറ്റൊരു വിഷയം എന്താണ്? കിട്ടിയാൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക, കിട്ടാത്തവന് കിട്ടുകയില്ല. ഓന്റെ വീട് പടച്ചോന്റെ പരീക്ഷണം എന്ന് പറയാം, ഓന് കുറച്ചൊരു ഉള്ളോട്ടെങ്ങാനും ആയിപ്പോയിട്ടുണ്ടാവും. ഇപ്പൊ ഈ ഗുഡ്സിൽ ഇതൊക്കെയാണ് ഇപ്പൊ പള്ളി കമ്മിറ്റികളും ചെയ്യുന്നത്. ഈ ഇറച്ചിയൊക്കെ കൊണ്ടുപോവുക, ഓട്ടവും ഇതൊന്നും പോകാത്തടത്തേക്ക് എന്ത് ചെയ്യൂല, ഈ ഇറച്ചി എത്തൂല, ഇതൊന്നും എത്തിയില്ല. കറക്റ്റ് ലിസ്റ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? കറക്റ്റ് ലിസ്റ്റ് ചെയ്യണം, നമ്മൾ ഇരിക്കണം അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഉറപ്പിക്കണം, ഇത് കഷ്ടപ്പെടുന്ന ഫഖീറുകളായ ആളുകൾക്ക്, ദരിദ്രന്മാർക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ പരിശോധിക്കുകയും ചെയ്യണം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മൽ യഖ്ളൂ തഫസഹും വൽയൂഫൂ നുദൂറഹും وَلْيَطَّوَّفُوا بِالْبَيْتِ الْعَتِيقِ. അങ്ങനെ ആ അറവും ബലികർമ്മവും അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് കൊടുത്തും കഴിഞ്ഞാൽ സുമ്മല്യഖുളു, പിന്നെ അല്യഖുളു, അവര് നിർവഹിക്കട്ടെ, തഫസഹും, പിന്നെ അവർ തങ്ങളുടെ അഴുക്കുകൾ എന്ത് ചെയ്യട്ടെ, നീക്കിക്കളയുകയും ചെയ്യട്ടെ. നമുക്കറിയാം, ഹജ്ജ് കർമ്മം ചെയ്യുമ്പോൾ അല്ലെ, ബലികർമ്മം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ നഖങ്ങളും ഇതൊന്നും രോമങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ നമുക്ക് അനുവാദമില്ല. അത് കഴിഞ്ഞാൽ സുമ്മല്യഖുളു തഫസഹും, പിന്നെ അവർ തങ്ങളുടെ അഴുക്കുകൾ നീക്കിക്കളയുകയും. പിന്നെ അല്ലാഹു പറയാണ് വൽയൂഫു നുദൂറഹും, വൽയൂഫു, അവർ നിറവേറ്റുകയും ചെയ്യട്ടെ. എന്ത്? നുദൂറഹും, അവരുടെ നേർച്ചകൾ. എന്താണ് നേർച്ചകൾ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കാത്ത, എന്നാൽ നമ്മൾ നേർച്ച ചെയ്യുന്ന. അതായത് ഹജ്ജിന് പോകുമ്പോൾ പറയാണ്, ഞാൻ എന്ത് ചെയ്യും, ഒരു 100 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും, 100 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കും എന്ന് നേർച്ച ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് പൂർത്തീകരിക്കാൻ വേണം. നമ്മളിങ്ങനെ ആവേശത്തിന് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറയാം. പിന്നെ എന്നിട്ട് ആര് എന്ത് നേർച്ച, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മളിങ്ങനെ തോന്നുന്നത് പറഞ്ഞ് നടക്കാൻ പാടില്ല. വൽയൂഫൂ നുദൂറഹും, നേർച്ചകൾ എന്ത് ചെയ്യട്ടെ, പൂർത്തീകരിക്കണം എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിർബന്ധമാണ്. നമ്മൾ എന്തെങ്കിലും നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നിറവേറ്റുക, പൂർത്തീകരിക്കുക തന്നെ ചെയ്യണം. പിന്നെ അല്ലാഹു പറയുന്ന വല്യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, പുരാതനമായ, അതീഖ് എന്ന് പറഞ്ഞാൽ പുരാതനമായ മഹത്തമായ ആ ഭവനത്തെ അവരെന്ത് ചെയ്യട്ടെ, തവാഫും ചെയ്തു കൊള്ളട്ടെ എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. 4 ആയത്തുകളിലൂടെ കഅബയുടെ ചരിത്രം വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ആലോചിക്കണം, ചിന്തിക്കണം. ഇന്ന അവ്വല ബൈത്തിൻ, അല്ലാഹുവിന്റെ ആദ്യത്തെ ഭവനാണ്. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളായ നമ്മളോടാണ് അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് 4500 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് ഇന്ന് നമ്മൾ ഇവിടെ കേൾക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മളും അതിലേക്ക് കടന്നു പോകണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും ജീവിതത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ജീവിതത്തിലുടനീളം നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. ഈ 4 ആയത്തുകൾ ഒന്നുകൂടി ഓതിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ وَأَذِّنْ فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.